ആശ്വാസദായകൻ, ആശ്വാസദായകൻ, the comforter, the comforter. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്തുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ആശ്വാസദായകൻ എന്ന ഈ പരിപാടിയിൽ കൂടെ വീണ്ടും നിങ്ങളുമായി കണ്ടുമുട്ടുവാനായിട്ട് സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 പരിപാടികളിൽ നിങ്ങളിൽ പലരും കണ്ടു, അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ കരുതട്ടെ. വീണ്ടും ഒരു പരിപാടിയുമായി നിങ്ങളുടെ മുന്നിൽ കർത്താവ് വരുവാൻ എനിക്കിടയാക്കി. ദൈവജനത്തിൻ്റെ ചില സത്യങ്ങൾ നിങ്ങളുമായിട്ട് ഈ പ്രത്യേക കാലയളവിൽ പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുൻപൊരിക്കലും നാം ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതുമായ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ കൂടെ നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണിന് പോലും അഗോചരമായ ജീവനില്ലാത്ത ഒരു രോഗ വിഷാണു മനുഷ്യ ശരീരത്തിൽ കടന്ന് കൂടി മനുഷ്യനെ രോഗികളാക്കി തീർത്ത് അവസാനം മരണത്തിലേക്ക് നയിക്കുന്ന ഒരു കൊറോണ വൈറസ് എന്ന ഒരു മഹാമാരി ഇന്ന് പലരുടെയും സമാധാനം കെടുത്തിയിരിക്കുകയാണ്. പലരുടെയും ജീവിതത്തിൻ്റെ ചട്ടങ്ങളും ചിട്ടകളും തട്ടി മറിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് പലരുടെയും മനസ്സിൽ ഉള്ള ഒരു ചോദ്യം, എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ. പക്ഷെങ്കിൽ ഈ സമയത്ത് എനിക്കൊരു കാര്യം വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. ജീവനുള്ള ദൈവത്തിലും ദൈവജനത്തിലും വിശ്വസിക്കുന്നവരായ വിശ്വാസികളായ നാമും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ ചോദ്യചിഹ്നമല്ല ഇത്. ആരാണ് ഇതിനെല്ലാം ഉത്തരവാദി? മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനെക്കാട്ടിലും ഞാനാവുന്നു ഉത്തരവാദി, നാം ആവുന്നു ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നതല്ലേ ശരിയായിട്ടുള്ള ഉത്തരം. നമ്മുടെ കുറവുകൾ എന്താണ്? ഒരുപക്ഷെ സർക്കാരിന്റെ നിബന്ധന പ്രകാരം നമ്മൾ നിരീക്ഷണത്തിൽ പോകുന്നുണ്ടായിരിക്കാം, മാസ്ക് ധരിക്കുന്നുണ്ടായിരിക്കാം, നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുന്നുണ്ടായിരിക്കാം, കൈ ദിവസേന 2, 3, 4 പ്രാവശ്യം കഴുകുന്നുണ്ടായിരിക്കാം, നമ്മുടെ വീടിന്റെ പരിസരങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ടായിരിക്കാം. എങ്കിലും അതിലൊക്കെ ഉപരിയായി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചിന്തിക്കുമ്പോൾ മറഞ്ഞു കിടക്കുന്ന വലിയൊരു സത്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ മറഞ്ഞു കിടക്കുന്ന സത്യം എന്താണ്? നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒരു തിരിച്ചുവരവിന്റെ ആവശ്യമുണ്ട്. ദൈവവചനത്തിലേക്കും ദൈവസന്നിധിയിലേക്കും തിരിച്ചു വരിക. ബാക്ക് ടു ദ ബൈബിൾ, ബാക്ക് ടു ഗോഡ്. അതാണ് ഈ കാലങ്ങളിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതി വിശ്വാസികളുടെ ജീവിതത്തിൽ നാം പ്രാപ്തമാക്കേണ്ടത്. ആ സത്യം എന്താണ്? നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. അതിനു മുമ്പായിട്ട് ഈ മനോഹരമായ ഗാനം ഒന്ന് ശ്രദ്ധിക്കൂ. ക്രൂശിങ്കൽ സാധു ക്ഷീണൻ കുരുടൻ സർവവും എനിക്ക് പൂർണ്ണരക്ഷ കാണും ഞാൻ. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്ക.
എന്നേ വാഞ്ചിച്ചു നിന്നെ എത്ര ദോഷം വാണെന്നില്ലെത്ര ഇമ്പമായി ചൊല്ലുന്നേശു ഞാൻ കഴുകിടും നിന്നെ ശരണം എൻ കർത്താവേ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്ക എന്നേ ഉൽപ്പത്തി പുസ്തകം 34 അധ്യായം 30 വാക്യം. അപ്പോൾ യാക്കോബ് ശിമെയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിസ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ ആൾചുരുക്കമുള്ളവനല്ലോ, അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എന്റെ ഭവനവും നശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ നാം വായിച്ചു കേട്ട ഈ ഭാഗം ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി 34:30 വാക്യം. അപ്പോൾ യാക്കോബ് ശിമെയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിസ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ചു വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ ആൾ ചുരുക്കം ഉള്ളവനല്ലോ, അവർ എനിക്ക് വിരോധമായ കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എൻ്റെ ഭവനം നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി യാക്കോബ്. യാക്കോബിന്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയൊരു അനുഭവമാണ്, ഒരു വേദനാജനകമായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഉൽപ്പത്തി പുസ്തകം 34 അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഈ വേദനയ്ക്കും ഈ പ്രയാസത്തിനും ഈ നിന്ദയ്ക്കും കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള വേദനകളും പ്രയാസങ്ങളും നിന്ദകളും നമ്മൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നാം തന്നെയായിരിക്കും അതിന്റെ കാരണക്കാര്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹമായിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ആ സാഹചര്യത്തിൽ നമ്മൾ പതറിപ്പോവും, നമ്മൾ വീണുപോകും. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം 9 വാക്യം നമ്മൾ വായിക്കുമ്പോൾ വേറൊരു വലിയൊരു അനുഗ്രഹമായിട്ടുള്ള സംഗതി നമ്മൾ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം 9-10 വാക്യം. യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട്, നിന്റെ പേർ യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണമെന്ന് കൽപ്പിച്ചു. അവന് ഇസ്രായേൽ എന്ന പേര്. ഒന്നുകൂടെ വായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 35 9-10 വാക്യം നമുക്ക് വായിക്കാം. യാക്കോബ് പദൻ അരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട്, നിന്റെ പേർ യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം എന്ന് കൽപ്പിച്ച് അവന് ഇസ്രായേൽ എന്ന് പേരിട്ടു. ഈ 2 വാക്യങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം യാക്കോബ് പറഞ്ഞു, എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ നിന്ദിച്ചു, നാറ്റിച്ചു, ഞാൻ നശിച്ചിരിക്കുന്നു എന്ന് പറയിച്ചു. എന്നാൽ തുടർന്നുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യാക്കോബിനെ ദൈവം വീണ്ടും അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. ഈ 2 സംഭവങ്ങളുടെയും മധ്യേ യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ചില വ്യതിയാനങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ വ്യതിയാനങ്ങൾ എന്താണെന്ന് നമുക്ക് ചുരുക്കമായിട്ട് ഒന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ 35 അധ്യായത്തിന്റെ 1 വാക്യം
നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം 1 വാക്യം. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. 35 അധ്യായത്തിന് 1 വാക്യം. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക കൽപ്പന ദൈവം യാക്കോബിന് കൊടുക്കുന്നുണ്ട്. ആ കൽപ്പന അനുസരിച്ചത് കൊണ്ടാണ് യാക്കോബിന്റെ ജീവിതത്തിൽ വീണ്ടും അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിച്ചത്. ആ കൽപ്പന ഒന്നാമതായിട്ട് എന്താകുന്നു? യാക്കോബിനോട് ദൈവം പറയുന്നു, നീ ബഥേലിലേക്ക് തിരികെ പോവുക എന്നുള്ളത്. ബഥേല് യാക്കോബിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. അവിടെ വെച്ചാണ് യാക്കോബ് ദൈവത്തെ ആദ്യമായി കണ്ടുമുട്ടുന്നത്. സ്വന്തം അപ്പനെയും സഹോദരനെയും കബളിപ്പിച്ച് ഓടിപ്പോകുന്നതായിട്ടുള്ള ആ രാത്രിയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെ ദൈവം യാക്കോബിനോട് ഇടപെട്ടു. യാക്കോബ് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം എടുത്ത യാക്കോബ് തുടർച്ചയായ തന്റെ ജീവിതത്തിലെ പല വീഴ്ചകളും താഴ്ചകളും വന്നപ്പോൾ, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തില് ദൈവം യാക്കോബിനോട് പറയുന്നത്, നീ വീണ്ടും തിരിച്ച് ബഥേലിലേക്ക് പോവുക എന്നുള്ളത്. എന്തുകൊണ്ട് ബഥേലിൽ പോകണം? അവിടാണ് യാക്കോബിന്റെ തുടക്കം. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ തുടക്കം ഒരു പ്രത്യേക സംഗതിയാണ്, ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഗതി. ജീവിതത്തിൽ ഭാരങ്ങൾ ഉണ്ടാകുമ്പോൾ, എല്ലാം തകർന്നു വന്ന് ചിന്തിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്നത്, കുഞ്ഞെ, നീ തിരിച്ച് ബഥേലിലേക്കൊന്ന് പോവുക. എവിടെ നിന്ന് നിന്റെ വിശ്വാസ ജീവിതം ആരംഭിച്ചുവോ ആ സ്ഥലത്തേക്ക്, ആ അനുഭവത്തിലേക്ക് ഒന്ന് തിരികെ പോരുക. നിശയുടെ നിശബ്ദതയിൽ നിരാലംബനായി നിന്ന സമയത്ത്, ഏകനായി നിന്ദനായി പരദേശിയായി യാത്ര ചെയ്ത സമയത്ത് ആ ദൈവം നമ്മെ സഹായിച്ചില്ലേ? ബഥേലിന്റെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അവനെ സ്തുതിക്കല്ലാതെ മറ്റൊന്നും ചെയ്യാനായിട്ട് സാധിക്കുമില്ല, ദൈവം ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത്. ബ്രദർ അജിത് കുമാർ എഴുതിയ മനോഹരമായ ഒരു ഗാനം, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇപ്പോൾ ഈ പാട്ട് ജിൻസി വർഗീസ് പാടിയത് നമ്മൾ ഒന്ന് കേൾക്കുവാൻ പോവുകയാണ്. ശ്രദ്ധിച്ചാലും. ഏകനായി നിന്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ, ഏകനായി നിന്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ, സ്വന്ത നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ച നാഥൻ എന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്ത നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ച നാഥൻ എന്നെ
യഹോവ സഹായിച്ചു. അന്നു പാടും ദൂതർ മധ്യേ ആർത്തുപാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. നിന്ദിനായി പരദേശിയായി ഏകനായി സഞ്ചരിക്കുന്ന സമയങ്ങളിൽ നീ എന്നെ തിരക്കി വന്നു, എന്നെ തേടി വന്നു, എന്നെ സഹായിച്ചു. ആ ദൈവം നമ്മളോട് പറയുന്നത്, ഇന്ന് എൻ്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടെങ്കിൽ, ഞാൻ തകർന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു എന്നുണ്ടെങ്കിൽ, ദൈവനം പറയുന്നത് തിരിച്ച് ബഥേലിലേക്ക് പോകുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്കുക. ബഥേലിൽ പോവുക, അത് മാത്രമല്ല അവിടെ പാർക്കുക എന്ന് ദൈവം യാക്കോബിനോട് കൽപ്പിക്കുന്നു. അവിടെ അനുഗ്രഹത്തിൻ്റെ വലിയ കാര്യങ്ങൾ യാക്കോബ് കണ്ടതാണ്. ആ അനുഗ്രഹത്തിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് പരാജയത്തെ ഓർത്ത് ദുഃഖിക്കുവല്ല വേണ്ടത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദിവസം തോറും ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് സ്തുതിക്കുവാനായിട്ട്, ആ ഉപകാരങ്ങളോടൊന്നിച്ച് വസിക്കുവാനായിട്ട്, ആ അനുഗ്രഹത്തോടൊന്നിച്ച് പാർക്കുവാനായിട്ട് നമുക്കിടയാക്കണം. ബഥേലിൽ പോയി പഴയ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കണ്ട് ഒരു വിനോദയാത്ര ചെയ്തു വരുവാനല്ല, കുറച്ച് കാഴ്ച നേർച്ചകൾ കഴിച്ച് തിരിച്ചു വരുവാനല്ല യാക്കോബിനോട് ദൈവം പറഞ്ഞത്. നീ പോകുക, ദൈവം നിന്നെ അനുഗ്രഹിച്ചായിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ കൂടെ താമസിക്കുക, അതെ ഓർത്ത് എന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വീണ്ടും പ്രയാസങ്ങൾ വരുമ്പോൾ അതേ ആ കാര്യങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ശൗൽ രാജാവ് ബാലനായ ദാവീദിനോട് ചോദിച്ചു, കുഞ്ഞെ, ഈ മല്ലനായ ഗോലിയാത്തിനോട് പടപൊരുതുവാൻ നിനക്ക് എന്താ പരിചയം? അപ്പോൾ ദാവീദ് പറഞ്ഞത്, രാജാവേ, സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ചവനായ ദൈവം ഈ മല്ലനായ ഗോലിയാത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇതാണ് ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ. കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മൾ വന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഇതാണ്. ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ, അത് നമ്മൾ ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കുമ്പോൾ, അതിൽ കൂടി വസിക്കുമ്പോൾ, ജീവിതത്തിന്റെ ഏത് ഭാരങ്ങളെയും ഏത് വെല്ലുവിളിയെയും നേരിടുവാനുള്ള ധൈര്യം കർത്താവ് തരും. അതിന് യാതൊരു സംശയവുമില്ല. ദൈവകൃപയിൽ ആശ്രയിച്ച് അവൻ വഴികളിൽ ഞാൻ നടക്കുമ്പോൾ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ പടിപടിയായി നമുക്ക് വന്നുകൊണ്ടിരിക്കും. നമുക്ക് ബഥേലിലേക്ക് പോകാം, ആ അനുഗ്രഹത്തിൽ നമുക്ക് പാർക്കാം. ഇതാ ഈ മനോഹരമായ ഗാനം ഒന്ന് ശ്രദ്ധിക്കൂ. ദൈവകൃപയിൽ ആശ്രയിച്ച്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഇഹലോകമോ തരികില്ലൊരു സുഖ
സന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഉൽപ്പത്തി പുസ്തകം 35 ഒന്നാമത്തെ വാക്യം. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേൽ ചെന്ന് പാർക്കുക. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. ഒന്നാമതായിട്ട് നാം കണ്ടത്, ദൈവം യാക്കോബിനോട് പറഞ്ഞു, നീ ബഥേലിലേക്ക് പോകുക. ബഥേൽ പോകുക മാത്രമല്ല, നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവിടെ പാർക്കണം. മൂന്നാമതായിട്ട് ഒരു വലിയ സംഗതി ദൈവം യാക്കോബിനോട് കൽപ്പിക്കുന്നുണ്ട്. നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിനെ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക. യാഗപീഠം എന്താണ്? യാഗപീഠത്തെ കാണിക്കുന്നത് ഒരു സ്വയ സമർപ്പണം, വീണ്ടും ഒരു സമർപ്പണം, നഷ്ടപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും തിരിച്ച് ലഭിക്കത്തക്ക രീതിയിൽ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരനുഭവം. പലരുടെയും ജീവിതത്തിലെ, വിശ്വാസ ജീവിതത്തിലെ അവർക്ക് വിശ്വാസ ജീവിതം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അനുഗ്രഹം പ്രാപിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ മനോഭാവം കൊണ്ട്, അവരുടെ അഹംഭാവം കൊണ്ട്, സ്വാർത്ഥത കൊണ്ട്, എനിക്കെല്ലാം അറിയാം എന്നുള്ള ചിന്താഗതി കൊണ്ട്. പ്രിയമുള്ളവരെ, യാഗപീഠത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയൊക്കെയും നമ്മൾ യാഗപീഠത്തിൽ സമർപ്പിക്കണം. കർത്താവെ, ഞാൻ ഒന്നുമല്ല എന്ന് നമ്മളവിടെ പറയണം. ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിലെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മുറ്റും ഞാൻ തരുന്നിതാ, ഭൂനിക്ഷേപം മുഴുവൻ. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതാ ഈ മനോഹരമായ ഗാനത്തിന്റെ ഈരടികൾ ഒന്ന് ശ്രദ്ധിക്കുക. മുറ്റും ഞാൻ തരുന്നീതാ, ഭൂനിക്ഷേപം മുഴുവൻ. ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റെ ഞാൻ. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്ക എന്നേ ഇപ്പോൾ.
താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്കും നീപ്പോളേശു ശരണം എൻ കർത്താവേ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്ക എന്നേ പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടോ? നല്ലൊരു തുടക്കമായിരുന്നു നീ ദൈവമായിട്ട് ആരംഭിച്ചത്. പക്ഷേ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കും ലോകത്തിൻ്റെ സംഗതികളിലേക്കും പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും പിറകെ പോയി നീ നിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇപ്പോൾ നിന്റെ സ്ഥിതി എന്താണ്? ഒന്ന് നിൽക്കൂ, അല്പം ഒന്ന് ചിന്തിക്കൂ. ഇപ്പോൾ നിന്റെ സ്ഥിതി എന്താകുന്നു? നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? സകലവും നഷ്ടപ്പെട്ട അവസ്ഥ നിനക്ക് ഇപ്പോഴുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ കാരണം എന്താണ്? നീ ദൈവത്തിൻ്റെ കൽപ്പനകളെ മറന്നു. എന്നാൽ സമയം ഒട്ടും അതിക്രമിച്ചിട്ടില്ല. ഇപ്പോഴാവുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാവുന്നു സുപ്രസാദ കാലം. വീണ്ടും ആ ദൈവസന്നിധിയിലേക്ക് ഒന്ന് കടന്നു വരിക. ആ ബഥേലിലേക്ക് ഒന്ന് കടന്നു ചെല്ലുക. ആ ബഥേലിൽ കടന്നു എന്നതിന് ശേഷം അതിൻ്റെ അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവിടെ ദൈവത്തിന് വേണ്ടി ഒരു യാഗപീഠം പണിയുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് പാടുവാനായിട്ട് സാധിക്കും, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ച. ഇതാ മനോരമ മ്യൂസിക് തയ്യാറാക്കിയ ഒരു മനോഹരമായ ഗാനം നമുക്ക് വേണ്ടി ഇപ്പോഴേ പത്മശ്രീ KS ചിത്ര പാടുന്ന ഒന്ന് ശ്രദ്ധിക്കുക.
കർത്താവ് നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു. ഈ സ്നേഹം ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും തരാൻ സാധ്യമല്ല. ആ സ്നേഹം അനുഭവിച്ചിട്ടുള്ളവർ അത് ഒരിക്കലും കളയുകയില്ല. അതെപ്പോഴും ജീവിതത്തിൻ്റെ ഒരു അനുഭവമായിട്ട് ദൈവസന്നിധിയിൽ അതൊരു അനുഗ്രഹമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകത്രേ ചെയ്യുന്നത്. യാക്കോബ് ബഥേലിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തു. കർത്താവ് പറഞ്ഞതൊക്കെയും കേട്ടു. എന്നാൽ അതിനു മുമ്പായിട്ട് യാക്കോബ് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ തീരുമാനങ്ങളാണ് ബഥേലിലേക്ക് പോകുന്നതിന് മുമ്പേ യാക്കോബ് എടുത്തത്? നമുക്ക് പഠിക്കണ്ടേ? ഒന്നിച്ച് ചിന്തിക്കേണ്ടേ? അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവം അനുവദിക്കുന്ന പക്ഷം വീണ്ടും ഈ ചാനൽ കൂടെ ആശ്വാസദായന എന്ന പരിപാടികൾ കൂടെ നമുക്ക് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ സ്നേഹിച്ചു അമ്മയെ കീടും സ്നേഹത്തേക്കാൾ